أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. അർത്ഥം: ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അല്ലാഹു ലജ്ജിക്കുന്നില്ല. അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും. നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ ഇതുവഴി അല്ലാഹു പലരെയും വഴി തെറ്റിയവരായി വിധിക്കുന്നു, പലരെയും സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ആജ്ഞാലംഘകരെയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴി തെറ്റിയവരായി വിധിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് നമ്പർ 27. വിശദീകരണം തഫ്സീർ കബീർ അൽ മുസ്ലിം ഔദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: അയ്യളരിബ മസലം മാ എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഉദാഹരണം പറയുക എന്നല്ല, മറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുക എന്നതാകുന്നു. മസലുൻ എന്നതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യം വിവരിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാകുന്നു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നു: വസകൻതും ഫീ മസാകിനില്ലദീന ളലമൂ അൻഫുസഹും വതബയ്യന ലക്കും കൈഫ ഫഅൽനാ ബിഹിം വളറബ്നാ ലക്കുമുൽ അംസാൽ. സൂറത്തുൽ ഇബ്രാഹിമിലെ ഈ ആയത്തിൻ്റെ അർത്ഥം: സ്വന്തം ആത്മാക്കളെ ദ്രോഹിച്ചവരുടെ വാസസ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുകയും ചെയ്തു. നാം അവരോട് എങ്ങനെ അനുവർത്തിച്ചുവെന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട്. നാം നിങ്ങൾക്ക് വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പഴഞ്ചൊല്ല് പറയാനുള്ള ഒരു സന്ദർഭമല്ലായിരുന്നു. അതുപോലെ ഈ അർത്ഥം വ്യക്തമായി പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളെയും വിവരിക്കുക എന്നതാണ്. ഇവിടെ പറയുന്നു, നാം ഈ ഒരു കാര്യം ഒരിക്കലും പറയാതിരിക്കുന്നതല്ല. നാം പറയുകയും അത് ഇനി ഒരു കൊതുകിന് തുല്യമായാലും ശരി, അതായത് അത് അത്ര വളരെ ചെറുതായാലും ശരി, അഥവാ കൊതുകിനേക്കാൾ ഇവിടെ ഫൗക്കഹ എന്ന വാക്കാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഫൗക്ക സാധാരണയായി മുകളിൽ എന്നുള്ള അർത്ഥമാണ് വരാറുള്ളത്. എന്നാൽ അറബി ഭാഷയിൽ ഫൗക്ക എന്ന വാക്ക് ബന്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചെറുത് എന്ന് പറയുന്നതിനും ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യത്തിലുള്ള ഒരു വർധനവിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു കുലീനതയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതാണ്. അതുപോലെ അവിടെ ഹുവ ഫൗക്കഹ
എന്ന വാക്ക് വരികയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മാനം അല്ലെങ്കിൽ അവൻ്റെ സ്വൽസ്വഭാവം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇനി അവിടെ ഏതെങ്കിലും ഒരു പോരായ്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഹുവ ഫൗഖഹ എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ തോന്നിവാസം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് എന്നാകും. അതുപോലെ ഇവിടെ ചെറിയ ഒരു വസ്തുവിൻ്റെ ഉദാഹരണമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹുവ ഫൗഖഹയുടെ അർത്ഥം കൊതുകിനേക്കാൾ ചെറിയ കാര്യം പറയുന്നതിൽ നിന്ന് ഒരിക്കലും അള്ളാഹു പറയാതിരിക്കുന്നതല്ല എന്നതാകുന്നു. തുടർന്ന് പറയുന്നു, ഈ ആയത്ത് മുകളിൽ പറഞ്ഞ കാര്യത്തെ തെളിയിപ്പിക്കുന്നതിനു വേണ്ടി വന്നതാണ്. അതുപോലെ മസലമ്മയുടെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യം വിവരിക്കുക എന്നതാകുന്നു. അങ്ങനെ ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാകുന്നു: അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാതിരിക്കുന്നതല്ല എന്നതാകുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വ്യാഖ്യാനം വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്.